നല്ല ഭക്ഷണം നമ്മുടെ നാവിനും മനസ്സിനും ഒരുപോലെ തൃപ്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. പല രാജ്യങ്ങളിലെ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഭക്ഷണ വൈവിധ്യങ്ങളെക്കുറിച്ചും നമ്മൾ പ്രത്യേകം എടുത്തു പറയാറുണ്ട്. ഇന്ത്യക്കും മഹത്തായ ഒരു ഭക്ഷണ സംസ്കാരമുണ്ട്. അതിഥിയെ ദൈവമായി കാണുന്ന മഹത്തായ പാരമ്പര്യം. നമ്മുടെ കൊച്ചു കേരളത്തിനും ഒരുപാട് കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ട്, ഭക്ഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും. ഈ രുചികരമായ വിഭവങ്ങൾ ലണ്ടൻ നിവാസികൾക്ക് പരിചയപ്പെടുത്തിയ രസ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ ദാസ് ശ്രീധരനാണ് നമ്മളോട് സംസാരിക്കുന്നത്. കേരളത്തിൻ്റെ തനത് ഭക്ഷണം വിളമ്പുന്നത് വഴി ഒരു സംസ്കാരത്തെ കൂടി വിദേശികൾക്ക് പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം. തൻ്റെ രുചിയുടെ പാരമ്പര്യത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള രസങ്ങളുടെ ഫിലോസഫിയെക്കുറിച്ചും ദാസ് ശ്രീധരൻ നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. ദാസ് ശ്രീധരൻ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ലണ്ടനിലെ അംബാസഡർ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഒന്ന്, മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ലണ്ടനിൽ ചെന്നാൽ ഉള്ള മലയാളി ബന്ധം. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, രസ. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയിലൂടെ ലോകം മൊത്തമുള്ള ആളുകൾ ലണ്ടനിലേക്ക് വരുമ്പോൾ ഇന്ത്യയുമായി അവർക്കുള്ളൊരു ബന്ധത്തിന്റെ ഒരു പ്രധാന കണ്ണി ദാസ് ശ്രീധരനാണ്. ഞാൻ കേരളത്തിന്റെ അംബാസിഡർ എന്ന് പറയുമ്പം അതിലെന്തെങ്കിലും അതിശയോക്തി ഉണ്ടോ സർ? ഈ മനസ്സ് നിറഞ്ഞു ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം കേരളത്തെ ഞാൻ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും എൻ്റെ നല്ല കുട്ടിക്കാലം ഉണ്ടായത് കേരളത്തിലാണ്. അതിൻ്റെ നന്മയാണ് എൻ്റെ തൊഴിലിലും കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കേരളത്തെ പറ്റി പറയാനും ആൾക്കാരെ അവിടെ പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാനും ഞാൻ പഴയ കാലം മുതൽ ഒത്തിരി കാലമായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അത് മനസ്സിഷ്ടപ്പെട്ട് ചെയ്യുന്ന, അതിന് ഇപ്പൊ ടെക്നിക്കലി നമ്മൾ എന്ത് പേര് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാലമായിട്ട് കേരളത്തിന്റെ നന്മകൾ കൊണ്ടോ ദൈവസഹായം കൊണ്ടോ ഒത്തിരി ആൾക്കാരെ കേരളത്തിന്റെ ചിന്തയിലേക്കും ആഹാര രീതികളിലേക്കും മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഭാഗ്യം. എനിക്ക് നിറഞ്ഞ സന്തോഷം നിലനിന്ന് പോയതിൻ്റെ ഒരു കാരണം എൻ്റെ കേരളമായിരിക്കും. ഞാൻ അത് ചിന്തിക്കാൻ ഇഷ്ടപ്പെടും. ഓക്കെ, എന്നാണ് ഈ പഴയ കാലം എന്ന് പറയുമ്പോൾ എന്നാണ് ലണ്ടനിലേക്ക് എത്തിയത്? ലണ്ടനിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയോ? ഞാൻ ശരിക്കും നാട് വിടുന്നത് 1985-ലാണ്. അപ്പൊ അക്കാലത്ത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ നാട് വിടുന്നത്. സാധാരണ ആ കാലത്ത് മലയാളികൾ നാട് വിടുന്നത് ജോലി ഉണ്ടാക്കാൻ, പൈസ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള പ്രായോഗികമായ കാര്യങ്ങളിൽ ഒരു കോമ്പറ്റീഷൻ മാതിരിയായിരുന്നു. അപ്പൊ കേരളം വിട്ടാല് ശരിക്ക് അന്യരാജ്യത്ത് പോവുക, കുറച്ച് കാശുണ്ടാക്കുക, വലിയൊരു വീട് വെക്കുക. സത്യം പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ കേരളത്തിൽ ഭയങ്കര സന്തോഷത്തിൽ ജീവിച്ചൊരു കൊച്ചു കുട്ടിയായിരുന്നു. അപ്പൊ എൻ്റെ ആ സന്തോഷം എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരാ, എനിക്ക് എന്തൊക്കെയോ വേറെ ചെയ്യാനുണ്ടെന്ന് മനസ്സിലൊരു തോന്നല് എൻ്റെ ഗ്രാജുവേഷൻ കാലത്ത് എനിക്ക് ഉണ്ടാവുകയും പിന്നെ അതുപോലെ സ്വതന്ത്രനാവുക എന്നുള്ള ഒരു ചിന്തയും പിന്നെ ഈ ഭാഗ്യം കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള നന്മകൾ നമ്മുടെ വ്യക്തിത്വത്തിലായാലും എന്നെ നയിച്ച ഒരു വലിയൊരു ഘടകം ചിരിയാണ്. എനിക്ക് ചിരിക്കാനുള്ള കഴിവുണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. എന്നോട് പണ്ട് ഡൽഹിയിൽ വെച്ച് ആദ്യമായിട്ട് ഒരാള് ചിരിയുടെ ശക്തിയെ പറ്റി പറഞ്ഞു. അതിനുശേഷം ചിരി എൻ്റെ ഒരു ഏറ്റവും വലിയൊരു കൂടപ്പിറപ്പായിരുന്നു. എല്ലാത്തിനും ചിരി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുമെന്നും അതിലൂടെ നമ്മളുടെ ലക്ഷ്യബോധം തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പുറപ്പെടുന്നത്. തികച്ചും വ്യത്യസ്തമായിരുന്നു മറ്റുള്ള മലയാളികള്, എൻ്റെ യാത്രയിൽ കണ്ട മലയാളികളും. ഞാൻ ശരിക്കും അങ്ങനെ വലിയ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ലക്ഷ്യത്തോടെ അല്ല നാട് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എത്തുമ്പോഴും എനിക്ക് മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ആ ഒരു പുതിയ സംസ്കാരമായിട്ട് ഇഴചേർന്ന് പോവാനും നമ്മളുടെ സംസ്കാരം ഷെയർ ചെയ്യാനുമുള്ള ഒരു ഭാഗ്യം ഉണ്ടായി, അതിനുള്ള കഴിവും ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ശരിക്കും എന്നെ നയിച്ച ഒരു ശക്തി. അത് ഈ പറഞ്ഞ മാതിരി 1989-ലാണ് ഞാൻ UK വരുന്നത്. ശരിക്ക് ഏകദേശം 28 വർഷത്തോളമായി. അപ്പൊ ഇത്രയും കാലം കൊണ്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് മലയാളിത്വം വിടാതെ, ഭാഷ വിടാതെ, നമ്മളുടെ ആഹാരം വിടാതെ ജീവിക്കാൻ എനിക്കുള്ള ഭാഗ്യം ഉണ്ടായിരുന്നുള്ളതാണ്.
എന്നെ ഇന്നും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശക്തി ഒരു മലയാളി എന്ന ഒരു ചിന്തയും നമ്മളുടെ ആഹാരത്തിന്റെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞതിൻ്റെ കൊണ്ടുള്ള ഭാഗ്യവും ശരിക്കും അതാണ്. ഇപ്പൊ ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ മലയാളികള് റെസ്റ്റോറൻറ്റുകള് എനിക്ക് മുമ്പും എനിക്ക് ശേഷവും ഒത്തിരി ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു മലയാളി കമ്മ്യൂണിറ്റിയാണ് കൂടുതലും. എന്തോ നമ്മളുടെ കണ്ടന്റ്, നമ്മളുടെ ആ സ്റ്റോറി, നറേറ്റീവ് അതെല്ലാം അട്രാക്ട് ചെയ്ത ലോക്കൽ ആൾക്കാരെയാണ്. അതാണ് നമുക്കൊരു പ്രത്യേകത ഉണ്ടായത്. രസയുടെ കസ്റ്റമേഴ്സ് 99% ലോക്കൽ ആൾക്കാർ, ഇന്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാർ. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി എപ്പോഴും സംസാരിക്കുന്ന ഒരാള്, അതുകൊണ്ട് തന്നെ ആതിഥേയത്വം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി പറ്റിയൊരു പ്രൊഫഷനാണെന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ ഇന്ത്യയെ അവിടെയുള്ള ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എങ്ങനെയാണ് രസ ഇന്ത്യക്കാർക്കും ലണ്ടൻ നിവാസികൾക്കും പ്രിയപ്പെട്ട ഒരു കൾച്ചറൽ പ്ലേസ് ആയി മാറിയത്? ഒരു റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, അവിടുന്ന് പോകുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കൾച്ചറൽ സ്പേസ് ആയിട്ട് എങ്ങനെയാണ് രസം മാറിയത്? ശരിക്കും അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ആഹാരത്തിലൂടെ ബന്ധങ്ങൾ ഉറപ്പിക്കാനും ഈ ആഹാരത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടില്. പാരമ്പര്യം, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആഹാരത്തിന്റെ ആത്മീയത, അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ സ്നേഹം ആഹാരത്തിലൂടെയാണ് പടർന്നു പന്തലിക്കുന്നത്. കുട്ടിക്കാലം മുതലേ നമ്മൾ അനുഭവിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ എന്നാൽ നമ്മളുടെ ആ സംസ്കാരം ഒരു ബിസിനസ്സിന് അപ്പുറമായിട്ട് നമ്മളുടെ ഒരു കടമയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതായത് മറ്റുള്ളവരുടെ സംസ്കാരത്തെ നമ്മൾ വെൽക്കം ചെയ്യാനും നമ്മളുടെ സംസ്കാരം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ഉള്ള ഒരു മനസ്സ് ഇന്ത്യക്കാർക്കുള്ളത് നമ്മൾ കുട്ടിക്കാലത്ത് ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ആധുനിക കാലത്ത് വളർന്ന സമയത്ത് ഒത്തിരിയധികം നമ്മൾ ഭൗതികമായ കാര്യങ്ങളോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ഇതൊക്കെ വിട്ടുപോവുകയും നമ്മളുടെ പാരമ്പര്യം മറന്നുപോവുകയും ചെയ്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ആലോചിച്ചത്, ചിലപ്പോൾ ഒരമ്മ ഒരു വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു സംസ്കാരം നിലനിർത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞ മാതിരി ആയിരക്കണക്കിന് ഭക്ഷണശാലകളുള്ള ഒരു വലിയ നഗരത്തില് ഞാൻ ഒരാൾ വിചാരിച്ചാലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ആഹാരം എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലൊന്നാണ്, ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിലൊന്നാണ്. പല രൂപങ്ങളിലായിട്ട് പടർന്നത് ലോകത്തിലെ എല്ലാത്തിലും എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഭവമാണ് ആഹാരം. ഇന്നിപ്പോ ഈ കോവിഡ് കാലത്ത് പോലും ഏറ്റവും അധികം ശക്തിയായിട്ട് പുരോഗമിക്കുന്നത് ആഹാരത്തിന്റെ ബിസിനസ് മാത്രമാണ്. അപ്പോൾ ശരിക്ക് ഞാൻ വിചാരിച്ചു, ഇത്രയധികം സാമ്പത്തികമായിട്ട് വളർന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഒത്തിരിയധികം മാലിന്യങ്ങളുണ്ട്. മനുഷ്യൻ സ്വാർത്ഥമായിട്ടുള്ള ചിന്തകളിൽ ഒത്തിരിയധികം അവന്റെ പ്രവൃത്തി മണ്ഡലങ്ങളിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി ആയാലും ഒത്തിരിയധികം പൊല്യൂട്ടഡ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ശുദ്ധീകരിക്കാൻ ഒരമ്മയുടെ ഒരു തുള്ളി സ്നേഹം പകർന്നു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന പോലെ ഓരോ ആൾക്കാർ കഴിക്കുന്ന ഡിഷിലും നമുക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ വളരെ എളുപ്പമാണെന്ന് തിരിച്ചറിയുകയും എന്റെ കടമ ചെയ്യുക എന്നുള്ള ആ ഒരു വലിയ ബോധത്തില് ഞാൻ അന്ന് 28 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംഭവമാണിത്. ഓക്കെ, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നൂറുകണക്കിന് വർഷങ്ങളുടെ ഒരു ചരിത്ര സാംസ്കാരിക ബന്ധമാണുള്ളത് അല്ലെ? ഒരു കൊളോണിയൽ രാജ്യത്ത് നിന്ന് എത്തിയ ഒരു വ്യക്തിയെ അതൊരു രസ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റി ദാസേട്ടൻ എടുക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ, UK-യിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടത്? ഈ കൊളോണിയൽ റിലേഷൻഷിപ്പിന്റെ അതിന്റെ ബേസിലായിരിക്കാം ഇവിടുത്തെ ആൾക്കാർക്ക് ഇന്ത്യയോട് വല്ലാത്തൊരു അഭിനിവേശമുണ്ട്. നമ്മൾ ശരിക്കും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം നമ്മൾ ഒരു ടൂറിസം മേഖല, ഒരു വ്യാപാര മേഖലയാണ്. അപ്പൊ നമ്മള് ശരിക്ക് സംസ്കാരം വിൽക്കുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമാണ് വിദേശികളെ കാണുന്നത്. ശരിക്കും അവർക്ക് നമ്മുടെ സംസ്കാരത്തോടുള്ള വലിയ ഒരു ആത്മീയ ബന്ധമുണ്ട്. അപ്പൊ ഇത് തിരിച്ചറിയാൻ പലരും ശ്രമിച്ചിട്ടില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ആ ഒരു നോസ്റ്റാൾജിയയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവർ കുട്ടിക്കാലത്ത് പഴയ തലമുറകളായിട്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, അതിന്റെ നല്ല ബന്ധങ്ങൾ ഒത്തിരിയുണ്ട്. നമ്മൾ ശരിക്കും എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ മാത്രം കാണാനാണ് പലരും ശ്രമിച്ചിട്ടുള്ളത്. ആക്ച്വലി അതിനപ്പുറത്ത് വ്യക്തിബന്ധങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇന്ത്യയുമായിട്ട്. അപ്പൊ ആ വ്യക്തികൾക്ക് ഒരു സംസ്കാര, ഒരു സുരക്ഷിതത്വം, ചിലപ്പോൾ ഇവിടെ ജനിച്ചെങ്കിലും ഈ സംസ്കാരത്തിൽ വളർന്നെങ്കിലും ഇന്ത്യയോട് അഭിനിവേശമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒത്തിരി സാഹിബ്മാരുണ്ട് ഇവിടെ. പക്ഷെ അവർക്ക് എല്ലായിടത്തും നമ്മൾ ഒരു വെൽക്കം സൈൻ കൊടുക്കാറില്ല. ഞാൻ അങ്ങനെയാണ് ശരിക്ക് ആദ്യമായിട്ട് 1995 ഓണം സെലിബ്രേഷൻ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള ഒരു കാരണം.
കാരണം ഓണം എന്നെ ഏറ്റവും ആകർഷിച്ച കേരളത്തിന്റെ ഒരു സാംസ്കാരിക ഒരു ചരിത്രമാണ്. പ്രത്യേകിച്ച് അതിന്റെ നന്മ നിറഞ്ഞ ആ സന്ദേശങ്ങള് എന്റെ വ്യക്തിത്വത്തിനെ ഒത്തിരി അധികം ബാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ആ ഒരു കാര്യം ഓണത്തിന്റെ സമയത്ത് ശരിക്കും നമ്മുടെ എല്ലാം മനസ്സ് നിറഞ്ഞ് ഹൃദയം വിശാലതയോടുകൂടി എല്ലാവരും ഒരുപോലെയായി കാണുന്ന തുല്യത, നന്മ, പിന്നെ അതുപോലെ പങ്കുവയ്ക്കാനുള്ള മനസ്സ്, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു മനുഷ്യനായിട്ട് മാറുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിക്കുന്ന ഒരു സമയമാണ് ഓണം. ഇത് നമ്മൾ ഈ ഒരു വിദേശ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് നമ്മളുടെ സമുദായ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മാത്രം ഒളിച്ചൊരു മറ വച്ച് നമ്മളുടെ ആൾക്കാർ മാത്രമായിട്ട് എന്തുകൊണ്ട് ഇരുന്ന് ആഹാരം കഴിക്കുന്നു? ശരിക്കും നമ്മുടെ ഓണത്തിന്റെ സന്ദേശമേ അതല്ല. നമ്മളുടെ മറകളൊക്കെ മാറ്റി നമ്മൾ ഒന്നിച്ചിരുന്ന് ഒരു പന്തലിലിരിക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഓണത്തിന്റെ ഞാൻ അതിനുശേഷം എല്ലാ വർഷവും ഓണത്തിന് ഇവിടെ വാഴയിലയിൽ സദ്യയും അതിന്റെ ആ ഒരു ശരിയായിട്ടുള്ള ട്രഡീഷനിൽ കൊടുക്കുകയും, ഓണം വരാൻ കാത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് രസയിൽ വന്ന് കൂടാൻ വേണ്ടിയിട്ട്, മലയാളികൾ അടക്കം കേട്ടോ. അപ്പൊ അതിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം സത്യം പറഞ്ഞ രസയുടെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു ഇതിന്റെ വളർച്ചയുടെ. ഓക്കെ. ഒരുപാട് UK പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഫോർഫാദേഴ്സിന്റെ അവരിവിടെ താമസിച്ചിരുന്നവരാണ്. പലരും ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പൊ ആ തലമുറയൊക്കെ ജീവിച്ച സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫോർട്ട് കൊച്ചിയിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഈ ഏഷ്യക്കാരോട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എത്തുന്ന പല ആൾക്കാരോടും പഴയ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ സ്വീകാര്യത കുറച്ച് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആരോപണങ്ങളിലൊക്കെ സത്യമുണ്ടോ? ഇല്ല, അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മളോടുള്ള ആ ഒരു ഇഷ്ടവും ബഹുമാനവും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് സംശയം. നമ്മൾ അവരെ കാണുന്ന രീതിയിലാണ് കാര്യങ്ങൾ. നമ്മൾ അവരെ നമ്മളെപ്പോലെ കാണാൻ ശീലിക്കുമ്പോൾ ഇപ്പൊ ഞാൻ അതിനും ഒരു ഫുഡിന്റെ ഭാഷയിൽ പറഞ്ഞാല്, ഒരു അമ്മയുടെ ചിന്തയിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ എത്ര കുട്ടികളുണ്ടെങ്കിലും എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. ആ ഒരു ചിന്തയില് നമ്മളുടെ പെരുമാറ്റത്തില് ഈ സംസ്കാരവും ഒരു കളറും വ്യത്യാസം വന്നതുകൊണ്ട് നമ്മളൊരു വ്യക്തിയെ വ്യത്യസ്തമായി കാണാതെ നമ്മളെപ്പോലെ ഒരാളായി കാണാൻ ശ്രമിച്ചാല് അവരെ നമ്മളോട് അടുപ്പിക്കാനും നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളിൽ നിന്ന് അവര് പ്രതീക്ഷിക്കുന്ന ഒരു നന്മയുണ്ട്. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയുടെ സംസ്കാരം കൊണ്ടു നടക്കുന്ന അംബാസിഡേഴ്സാണ്. ആ സംസ്കാരം നിലനിൽക്കുന്നതും വളരുന്നതും നമ്മൾ ഓരോരുത്തരിലൂടെയാണ്. അപ്പൊ അതിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കുക എന്നുള്ളതും അത് പകർന്നു കൊടുക്കാനും അതിനാവശ്യമുള്ള ഒത്തിരി ആൾക്കാർ ലോകത്തിലുണ്ട്. ഇപ്പൊ നമ്മളുടെ ഫുഡിന് ചുറ്റും ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന നിർവൃതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മളൊക്കെ കാലങ്ങളായിട്ട് 3 നേരവും ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ ബഹുമാനിക്കാൻ ശീലിച്ചിട്ടില്ല. അതേസമയത്ത് ഇവര് ഇന്ന് ആത്മീയതയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതില് ആഹാരത്തിലൂടെയും പ്രകൃതിയിലൂടെയും കിട്ടുന്ന ഒരു സുരക്ഷിതത്വവും സംരക്ഷണമാണ്. അപ്പൊ ശരിക്ക് ഇന്ത്യൻ ഫുഡ് നമ്മൾ സ്വാദോടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിശയമായിട്ടാണ് അവര് കാണുന്നത്. അപ്പൊ ഞാൻ 1995 ഞാൻ ഇവിടെ രസ ഏറ്റവും പേരുള്ള റെസ്റ്റോറൻ്റായി മാറിയപ്പോൾ എനിക്ക് അതിശയമായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് ഒരു ചെറിയ പത്രസമ്മേളനമാതിരി കൂടുകയും ആൾക്കാരോട് ഇതിന്റെ അതിശയം ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷമായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആൾക്കാർക്ക് അതിശയമായിരുന്നു. രസയില് ഇവിടുത്തെ മോര് കാച്ചിയത് എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും ലളിതമായ മലയാളി ഒരു ചെലവും ഇല്ലാതെ നിഷ്പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാധനം രസയുടെ ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ അതിശയമായിരുന്നു. കാര്യം നമ്മളുടെ ആഹാരത്തിൽ ആൾക്കാർ തിരിച്ചറിയുന്നത് വല്ല കോഴിക്കറിയോ മീൻകറിയോ അല്ലെങ്കിൽ കോഴിക്കോടൻ ബിരിയാണിയോ എന്ന് വിശ്വസിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞ വെറും 2 നിമിഷം അല്ലെങ്കിൽ 5 നിമിഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനത്തിലൂടെ കേരളീയ സംസ്കാരം നമ്മളുടെ ജീവിതത്തിന്റെ ആ ഒരു യാത്ര കംപ്ലീറ്റ് വിവരിക്കാൻ എനിക്ക് പറ്റിയിരുന്നു. ഒരു അതിശയത്തോടെ മോരുകറി ആൾക്കാർ മോരുകാച്ചിയത് കഴിച്ച് അവിടുത്തെ ആ റെസ്റ്റോറൻറ്റിന്റെ ഭാഗമായി തീർന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പൊ ആഹാരത്തിലെ ദൈവീകത ഉണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്നത് കൂടുതൽ മലയാളികളായിരുന്നു. നമ്മുടെ കാച്ചിയ മോരിനെ, അതായത് ഏറ്റവും ലളിതമായിട്ട് തയ്യാറാക്കാവുന്ന കാച്ചിയ മോരിനെ വിദേശികൾക്ക് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നടക്കം പല ഭക്ഷണ വിഭവങ്ങൾ ഇതുപോലെ തീന്മേശയിൽ വിളമ്പാറുണ്ട്. ഈ വിദേശികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ
ഏതൊക്കെയാണെന്ന് ദാസേട്ടനൊന്ന് പറയാമോ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആഹാരം ഇപ്പൊ നമ്മളിപ്പോ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം എന്ന് പറയണ മാതിരി അത് എന്താണെന്ന് അതിനൊരു നിർവചനമില്ല. എന്താണോ ഉണ്ടാക്കുന്നത് അതാണ്. ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് പറയുന്നത്, എന്റെ അമ്മ എന്നെ ഒത്തിരി അധികം സ്വാധീനിച്ചിട്ടുണ്ട്. എന്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന ആഹാരമാണ് എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. കാരണം ആഹാരത്തിലൂടെ ഒരു നിശബ്ദമായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒത്തിരി അധികം പഠിച്ചത് അമ്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. എന്റെ അമ്മയുടെ കൂടെ നിന്ന് കുക്കിംഗ് പഠിക്കാൻ ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ നാട്ടില് കോതമംഗലത്ത് വന്നിട്ടുണ്ട്. ശരിക്ക് ആഹാരത്തില് ആ നിമിഷം ഉണ്ടാകുന്ന, അതായത് ഈ സ്നേഹം എന്ന് പറയുന്ന വാക്ക് ഇതിന്റെ നിർവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാല് അതിന് ശരിയായ നിർവചനം ഇല്ല. ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ്. അപ്പൊ അത് ആഹാരത്തിൽ വളരെ പ്രകടമാണ്. കാര്യം ഇന്ന് തോന്നുന്ന വികാരത്തില് ഇന്ന് കുട്ടിയോട് അമ്മയ്ക്ക് തോന്നുന്ന സ്നേഹമാണ് ഇന്നത്തെ വിഭവം. അപ്പൊ ഇന്നലെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പല പ്രാവശ്യം അമ്മ ഉണ്ടാക്കിയ ഒരു ഡിഷ് ആണെങ്കിൽ കൂടെ അതിന് ഇന്ന് ഉണ്ടാക്കുന്ന സ്വാദ് എന്ന് പറയുന്നത് ഇന്നത്തേത് മാത്രമാണ്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മളുടെ ആഹാരത്തിൽ നമ്മൾ പേരുകൾ ഒത്തിരി പല കാര്യങ്ങൾക്ക് പറയാറുണ്ടെങ്കിലും, ഇപ്പൊ നമ്മൾ ആലപ്പുഴ മീൻകറി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ കോഴിക്കോടൻ ബിരിയാണി എന്ന് പറഞ്ഞാലും, തിരുവിതാംകൂറിലെ ഒരു മോരുകറി എന്ന് പറഞ്ഞാലും, ശരിക്ക് ഇതൊക്കെ ഓരോ വ്യക്തിപരമായി ഓരോ വ്യക്തി നിർവചിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. എന്റെ കയ്യൊപ്പാണ് ഞാൻ ഉണ്ടാക്കുന്ന ഡിഷ്, അത് വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പേരെന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ എത്രയധികം എന്റെ മനസ്സ് അതിലുണ്ട് എന്നുള്ളതിലാണ് അതിന്റെ സത്യമായിരിക്കും. അപ്പൊ ഒരു പാചകക്കാരൻ എന്തുണ്ടാക്കുന്നു, ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഈ പുകപ്പുരയിൽ മറിഞ്ഞ അമ്മമാരും ഈ പാചകക്കാരും ശരിക്ക് അവര് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അഗ്നിയുടെ ആത്മാവാണ് പുക എന്ന് പറയുന്നത്. പുകയ്ക്ക് വികൃതമായ ഒരു കളറും അല്ലെങ്കിൽ നിങ്ങൾ ചുമയ്ക്കുന്ന ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റിൽ നിന്നാണ് ആ പുക ഉണ്ടാവുന്നത്. ശരിക്കും നന്നായിട്ടുള്ള ഏകാഗ്രതയിൽ ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പുക എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് അഗ്നിക്കുള്ളിലാണ്. അത് ഉണ്ടാവുന്നത് ശരിക്കും നിങ്ങൾ ചെയ്യുന്ന ഒരു അശ്രദ്ധ കൊണ്ടും. ഇപ്പൊ എന്ന് പറഞ്ഞ മാതിരി പുകപ്പുരകളിൽ മറിഞ്ഞാൽ നമ്മൾ പാചകക്കാരെയും അമ്മമാരെയും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ അവരുടെ സ്ഥാനം ഏറ്റവും മുൻനിരയിലാണ്. അപ്പൊ അത് തിരിച്ചറിയണമെങ്കിൽ ശരിക്കും നമ്മൾ ഈ ആഹാരത്തിന്റെ ശക്തി ഓരോ നിമിഷവും അമ്മയിൽ നിന്നും അല്ലെങ്കിൽ ഒരു പാചകക്കാരിൽ നിന്നും പുറത്തു വരുന്ന സാധനം. അപ്പൊ താങ്കൾ ചോദിച്ചതിന് ഉത്തരം കേരളത്തിന്റെ ഒരു ഇന്ന ഡിഷ് എന്നില്ല, ആരുണ്ടാക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. എത്രയധികം നിങ്ങൾ അതിൽ നിങ്ങളുടെ മനസ്സ് നിറച്ചിരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ചില സമയത്ത് ഇതിൽ ഒത്തിരി ആത്മീയ ശക്തി ഉണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പണ്ട് കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ടു വരുമ്പോൾ നമുക്ക് പരാതിയും പരിഭവവും വിശപ്പും ഒക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ തിരിച്ചു വരുന്നത്. ആ സമയത്ത് കെട്ടിപ്പിടിക്കുന്ന അമ്മ നമ്മൾ തീന്മേശയ്ക്ക് വെച്ച് മുമ്പിലിരുത്തി തരുന്ന ചെറിയ കൊച്ചു കൊച്ചു പലഹാരങ്ങൾ നമ്മളെല്ലാം മറക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. നമ്മളുടെ ബാല്യത്തിലേക്കും ആ കുട്ടിക്കാലത്തിലേക്കും നന്മയിലേക്കും ശുദ്ധതയിലേക്കും ഒക്കെ തിരിച്ചു കൊണ്ടിരുന്നത് അമ്മയുടെ തലോടലും അമ്മ ആഹാരത്തിന് ചുറ്റും നമ്മളോട് സംസാരിക്കുന്ന ആ നല്ല വാക്കുകളും. അപ്പൊ ഈ സംഭവം ശരിക്ക് അതിന്റെ ശക്തി തിരിച്ചറിയുന്ന നമ്മൾ മക്കൾ വളരെ കുറവാണ്. ശരിക്കും അതാണ് എൻ്റെ രസയില് കൊടുത്ത ഏറ്റവും വലിയൊരു കാര്യം. ആഹാരത്തിന് ചുറ്റും നന്നായി സംസാരിക്കുകയും മനുഷ്യനെ സ്നേഹത്തോടെ നമ്മൾ പരിചരിക്കുകയും ചെയ്യുമ്പോൾ ചില സമയത്ത് അവര് മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കുകയും അവർക്ക് ഒത്തിരി അധികം ആശ്വാസം കിട്ടുകയും ചെയ്തതായിട്ട് ഞാൻ എത്രയോ കാലമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ആഹാരം. അപ്പം ആ ഒരു നമ്മളെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണം, അപ്പൊ ആ ഒരു തീമൊക്കെ സെറ്റ് ചെയ്തപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ അതിനകത്തൊരു വേറൊന്നുമില്ല, ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം അത് ശ്രദ്ധയോടെ സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അതിന് വിഭവങ്ങളുടെ വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിനും രുചി തന്നെ വന്നോളും എന്നാണ് ദാസേട്ടൻ പറഞ്ഞത്. കറക്റ്റ്, അതാണ് എന്റെ ചിന്ത. പലപ്പോഴും പല പ്രമുഖരും അങ്ങയുടെ റെസ്റ്റോറന്റിൽ വന്നു പോകാറുണ്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പൊ ഇന്ത്യക്കാർ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഐശ്വര്യ റോയും അനിൽ അംബാനിയും അല്ലെങ്കിൽ മുകേഷ് അംബാനി, അതുപോലെ തന്നെ ജാമി ലിവറിനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് പോയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ വരുമ്പോൾ? ദാസേട്ടൻ അടുത്ത് കണ്ടു നിന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? അല്ല, അത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് അതിശയൊന്നുമല്ല ഇവിടെ. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ ആദ്യം നമ്മളുടെ ഈ കൊളോണിയൽ സംസ്കാരത്തിലും പിന്നെ അതിനുശേഷം വേൾഡ് വാർ ടൈമിലും ഇവിടെ വന്ന നമ്മളുടെ പണ്ട് ഇവർ ഷിപ്പിലൊക്കെ കൊണ്ടുവന്ന തൊഴിലാളികളും നമ്മളുടെ രാജ്യക്കാരായിട്ടുള്ള ജോലിക്കാരും അവർക്ക് വേണ്ടി അവരുടെ ക്യാൻറ്റീനുകളിൽ ഉണ്ടാക്കിയ ആ ഒരു ആഹാരമാണ് ആദ്യമായിട്ടുള്ള ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ അതിലൂടെ ഇന്ത്യയിൽ നിന്ന് വന്ന സായിപ്പ്മാര് ഈ ആഹാരവുമായിട്ടുള്ള അവർക്കുള്ള ബന്ധം ഇന്ത്യയിലുണ്ടായിരുന്നത് തിരിച്ചു കൊണ്ടുവരാൻ ഈ ക്യാൻറ്റീനുകളിൽ പോയി അവർ ആഹാരം കഴിക്കുകയായിരുന്നു. പിന്നെ 1935 മുതലൊക്കെ ശരിക്ക്
കറിക്ക് അങ്ങനെ വലിയ പ്രാധാന്യം ഇവിടെ ഇല്ല. കറി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫുഡിന്റെ ഒരു നിർവചനം ഇവിടെ കറി എന്നാണ് ഇവര് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും അങ്ങനെ വലിയ വിദഗ്ധമായിട്ട് തിരിച്ചറിഞ്ഞത് ഉണ്ടാക്കിയ ഒരു കാലമൊന്നും അല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ പഞ്ചാബിൽ നിന്ന് വന്ന് ഒരു 2-3 സഹോദരന്മാര് ശരിക്ക് ഇവിടെ പഞ്ചാബി ഫുഡ് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ ആഹാരത്തിന്റെ ഒരു പാരമ്പര്യം ശരിക്ക് 1950-കളിലൊക്കെ വളരെ പ്രകടമായിട്ട് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു. പിന്നെ ഇത് ലോകത്തുണ്ടായ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മാതിരി മനുഷ്യരിലുണ്ടായ ഒരു വിപ്ലവം, അതായത് മനുഷ്യൻ ആ പഴയ തലമുറകൾ മാറുമ്പോൾ ലോക സംസ്കാരം അവരിലേക്ക് ചേർക്കാനും ലോക ആഹാര രീതികൾ, കാരണം ഇന്ത്യൻ ഫുഡിൽ ഉള്ള കളറുകൾ, കാര്യം ഇവിടെ ഈ പറഞ്ഞ മാതിരി തണുപ്പും വളരെയധികം പെയിലായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് കളറുകൾ, ഇപ്പൊ ഇന്ത്യൻ ഫാഷൻ പോലും വരാനുള്ള ഒരു കാരണം കളറുകളോടുള്ള നമ്മളുടെ സാമീപ്യവും ആ ഒരു ചിന്തകളുമാണ്. കളറ് നമ്മളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഹാരത്തില് സ്പൈസസിന്റെ ഇൻവോൾവ്മെന്റ് ഇവർക്ക് ആകർഷണം കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ വരുന്ന കാലത്ത് ഒരു 10,000-10,000 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഈ രാജ്യത്ത് ഓൾറെഡി ഉണ്ട്. പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഫുഡിനെ പറ്റി ആരും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോഴും ഒരു വലിയ പരിധി വരെ ആഹാരത്തെ പറ്റി ചിന്തിക്കുന്നത് ഒരു വാണിജ്യ മേഖലയുമായിട്ടുള്ള ഒരു താരതമ്യത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആകർഷണത്തില് പൈസ എന്നുള്ള കാര്യത്തിലുള്ള ഇതിലാണ് എല്ലാവരും ഇപ്പൊ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങാനാണെങ്കിലും. പക്ഷെ എന്നാൽ അതിനപ്പുറത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു അമ്മയുടെ ആഹാരം, ഒരു രാജ്യത്തിന്റെ പാരമ്പര്യം, നമുക്ക് ആഹാരവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മറ്റുള്ള രാജ്യങ്ങളിൽ ആഹാരത്തിന് നിർവചനമില്ലാത്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊരു ശാസ്ത്രം കണ്ടുപിടിച്ച ആൾക്കാരാണ്. ഓരോ നല്ല പ്രവൃത്തികളിലും ആഹാരത്തിന്റെ സാമീപ്യം നമ്മൾ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. ഈവൻ ആത്മീയ കാര്യങ്ങളിൽ, അമ്പലങ്ങളിൽ, എല്ലായിടത്തും കല്യാണങ്ങള്, എല്ലായിടത്തും ആഹാരമാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യന് ഏറ്റവും വലിയ ആത്മബന്ധം ഉള്ളത് ആഹാരമായിട്ടാണ്. അത് എക്കാലത്തും നിറഞ്ഞു നിന്നിരുന്നെങ്കിലും നമ്മളത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇതിനെ ഒരു സങ്കല്പത്തിലൂടെ, ഒരു കർമ്മ ബോധത്തോടു കൂടി ഇതിനെ കാണുന്ന ആൾക്കാരും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഇവിടെ പറയായിരുന്നു 10,000 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എല്ലായിടത്തും പോണമാതിരിയാണ്. നല്ല ഉദ്ദേശത്തിലല്ല, കാരണം എവിടെ പോയാലും ഒരേ സാധനമാണ്. പണ്ട് കാലത്ത് ഇവിടെ കേട്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അനുഭവത്തിലൂടെ എനിക്കും പ്രായോഗികമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ കിച്ചണുകളിൽ ചെയ്തിരുന്നത്, അവരൊരു വലിയ പാത്രത്തിൽ ഒരു ബേസ് സോസ് ഉണ്ടാക്കും. അതില് ചേരാത്ത സാധനങ്ങളില്ല, കണ്ടതൊക്കെ ഇട്ടിട്ട്. കാര്യം സായിപ്പിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാല് ഇവര് ഇന്ത്യൻ ഫുഡ് ഇപ്പോഴും പുതുമയോടെയാണ് കാണുന്നത്. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് കുറവാണ്, പരിചയക്കുറവാണ്. അപ്പൊ എന്ത് കഴിച്ചാലും അവർ അടിപൊളി എന്ന് പറയും. അപ്പൊ അങ്ങനെ ടേസ്റ്റ് ഇവർക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ അത് ശരിക്കും അവർ ഉപയോഗിച്ചു. അപ്പൊ ഒരൊറ്റ കറി സോസില് അവർ പലതരം കറികൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ നമ്മളൊരു കടയിൽ വന്ന് ഒരു 5 ഡിഷ് ഓർഡർ ചെയ്താല് ഈ 5 ഡിഷ് ഒരേപോലെ ഇരിക്കുകയായിരുന്നു, ഒരേ സ്വാദ്. അപ്പൊ പണ്ട് ഇവിടെ ഒരു കാര്യം ഉണ്ടായി, 1990-കളില് ഈ കറി ഇവിടുത്തെ ദേശീയ ആഹാരമാണെന്ന് വരെ എത്തിയ ഒരു കാലം ഉണ്ടായി. ഒരു കൊച്ചു കുട്ടിയോട് ചോദിക്കുകയാണ് നിന്റെ നാഷണൽ ഡിഷ് ഏതാന്ന് ചോദിച്ചാല് കറി എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടായി. കാര്യം എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കറി കഴിക്കുക എന്നുള്ളത് ഇവിടെ ദിനചര്യയായിട്ട് മാറി. വലിയ ആൾക്കാർ ഇപ്പൊ ജെയ്മി ഒലിവർ പറയണ മാതിരി എന്റെ ചെവിയുടെ പുറകുവശത്ത് എനിക്കൊരു ഭയങ്കര ചൊറിച്ചിൽ വരുന്നു ഇന്ത്യൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്ന് പറയണ മാതിരി ആ ഒരു ചിന്ത വന്ന ഒരു കാലത്ത് ഇവര് വളരെയധികം ഇന്ത്യൻ ഫുഡ് അങ്ങനെ കഴിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മളതനുസരിച്ച് വളർന്നിട്ടില്ല. നമ്മളുടെ ആഹാരത്തിനെ അതനുസരിച്ച് തിരിച്ചറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യാനും, ഓരോ വ്യക്തികൾ ഉണ്ടാക്കുന്ന ആഹാരവും ഓരോ റെസ്റ്റോറൻറ്റും ഒരു കുടുംബം മാതിരിയാണ്. ഇപ്പൊ രസ എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരമാണ്, എൻ്റെ കേരളം, എൻ്റെ നാടെന്ന് ഞാൻ കണ്ട, അല്ലെങ്കിൽ ഞാനൊരു പൂർണ്ണനായ ഒരു ഇന്ത്യക്കാരനാവുന്ന ഒരു മലയാളികളുടെ ഒരു ഐഡന്റിറ്റിയോട് കൂടി ആവുന്നത് രസയിൽ നിൽക്കുമ്പോഴാണ്. അപ്പൊ ശരിക്ക് എൻ്റെ ആഹാരം നന്നാവുക എന്നുള്ളത് ഈ വരുന്ന ഓരോ വ്യക്തികൾക്കും പ്രധാനമാണ്. അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഒരു കർമ്മബോധമാണ്. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ ഇന്ത്യൻ ഫുഡ് ഇത്ര വളർന്നപ്പോൾ ശരിക്കും ഇവരൊരു ഈവനിങ് സ്റ്റാൻഡേർഡ് ന്യൂസ് പേപ്പറിലൂടെ ഇന്ത്യൻ ഫുഡിന്റെ ചരിത്രം അറിയാൻ വേണ്ടിയിട്ട് ഒരു യാത്ര നടത്തി. അങ്ങനെ ലണ്ടൻ മുതൽ സ്കോട്ട്ലൻഡ് വരെ അവര് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പൊ അവരുടെ ചിന്ത ഇതിൽ ഒത്തിരിയധികം ഒരു സങ്കല്പങ്ങളും ഒത്തിരിയധികം ക്രിയാത്മകതയൊക്കെ ഉള്ള ഒരു വലിയൊരു സംഭവമാണെന്നാണ് ഇവരുടെ തെറ്റിദ്ധാരണ. പക്ഷേ ആക്ച്വലി ഈ റിസർച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് അവര് ഒരു വിന്നറെ ചെയ്യണമല്ലോ, അനൗൺസ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയാണ് ശരിക്ക്
ഏറ്റവും നല്ല ഇന്ത്യൻ ഫുഡ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു റിസൾട്ടിന് വേണ്ടി നോക്കിയപ്പോൾ അവർ 5 or 6 പ്രമുഖരായ എഴുത്തുകാരായിരുന്നു, ഫുഡിനെ കുറിച്ചുള്ള വിമർശകരായിരുന്നു ഇതിൽ പോയത്. അവരാണ് ഈ യാത്ര ചെയ്ത് കണ്ടുപിടിച്ചത്. അവസാനം അവർ കണ്ടുപിടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്ക് കറിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് അവർ കണ്ടുപിടിച്ചത്. ശരിക്കും അതായിരുന്നു സത്യം. മനുഷ്യര് ഈ റെസ്റ്റോറന്റ് തുടങ്ങുക എന്നുള്ളത് ഒരു കാലത്ത് ഏറ്റവും എളുപ്പമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് ആയിരുന്നു. കാരണം അതിന് വിദ്യാഭ്യാസം വേണ്ട, അതിന് വിവരം വേണ്ട, അതിന് യാതൊരു ചിന്തകളുടെ ആവശ്യമില്ല എന്ന് ഇവിടെ ഒത്തിരി ആൾക്കാർ വിശ്വസിച്ചിരുന്നു. അതിലൂടെ വളർന്ന ഒരു സമൂഹമാണ്. പക്ഷെ ഇതിന് മാറ്റം ഉണ്ടായത് 95 ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു വിപ്ലവം. ഞാൻ വന്ന കാലഘട്ടത്തിൽ വന്ന ഒത്തിരി അധികം നല്ല ഷെഫുമാരും വളരെയധികം ഈ എന്നെ പോലെ താല്പര്യമുള്ള ഒത്തിരി ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരിലൂടെ ഇന്ത്യൻ ഫുഡ് ഒരു വലിയ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് മാറി. അതിനുശേഷം ഇന്ന് മിഷലിൻ സ്റ്റാർ കിട്ടിയ റെസ്റ്റോറന്റ്, 5 സ്റ്റാർ റെസ്റ്റോറന്റുകൾ വരെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അതുണ്ടായത് ഈ കാലത്താണ്. പല സമയത്തും അവരുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവര് രസ തെരഞ്ഞെടുക്കാറുണ്ട്. അപ്പം ചിലരുടെ വിവാഹ നിശ്ചയങ്ങളൊക്കെ അവിടെ വെച്ച് നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ? കല്യാണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനൊക്കെ അതെങ്ങനെയാണ് അത് അവരെ ഈ രസ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമായിട്ട് അവര് ദാസേട്ടനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഇഷ്ടം പോലെ ഒത്തിരി അധികം ആൾക്കാര് ശരിക്കും അവരുടെ ഫസ്റ്റ് ഡേറ്റ് മുതല് ബന്ധം തുടങ്ങുകയാണ് രസമായിട്ട്. പിന്നെ കല്യാണം, നമ്മൾ നിശ്ചയം, കല്യാണം, കുട്ടികളുടെ ബർത്ത്ഡേ, അതുപോലെ കുട്ടികളുടെ കല്യാണങ്ങൾ, അങ്ങനെ വരെ നമുക്ക് നടത്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ കണ്ട എൻ്റെ ഒരു പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഒരു ചിന്തയായിരുന്നു. കാരണം നമ്മളുടെ സംസ്കാരത്തിലേക്ക് അടുക്കാൻ ഏറ്റവും വലിയ വഴിയാണ് ആഹാരം. നമ്മളുടെ ഫുഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിത രീതിയായിട്ട് മാറും. അത് ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു ആത്മബന്ധമാണ്. അമ്മയ്ക്ക് കുട്ടിയോടുള്ള ആത്മബന്ധമായി ഇവരായിട്ട് ഉണ്ടാവുന്ന ഒരു ആത്മബന്ധം നമ്മുടെ ആഹാരത്തിലൂടെ പ്രകടമാണ്. ആ ഒരു ബന്ധത്തിന്റെ കാര്യമാണ്. അവർക്ക് രസ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു ആഹാരം, ഇന്ത്യൻ ഫുഡ് എന്നല്ല, വേറൊരു ആഹാരത്തെ പറ്റിയുള്ള ചിന്ത. കാര്യം ഏറ്റവും വലിയ പ്രത്യേകത ആഹാരത്തെ പോലെ തന്നെ ഈ രസ എന്ന് പറയുന്ന വാക്കിന്റെ ശക്തിയും കൂടെ ഉണ്ട്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് രസ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സ്വാദെന്നും അല്ലെങ്കിൽ ഒരു നീരെന്നും അതിനെ വളരെ ചെറിയ ഒരു അർത്ഥത്തിൽ പറയാമെങ്കിലും അതിന് വിശാലമായ അർത്ഥമുള്ള ഒരു വാക്കാണ്. കാര്യം രസയില് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ ഒരു ആകത്തുകയാണ് രസ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്റെ കർമ്മത്തിൽ അതിന്റെ ആകത്തുകയുടെ അംശം ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ആഹാരം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ എൻ്റെ പ്രാണന്റെ അംശം ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുമ്പോൾ എൻ്റെ പ്രാണൻ നിങ്ങൾ കൊണ്ടുപോവാണ്. അപ്പൊ ആ ഒരു ബന്ധം നിങ്ങൾക്ക് തേച്ചു മാച്ച് കളയാൻ പറ്റുന്നതല്ല. ആ ബന്ധമാണ് ഈ കല്യാണങ്ങളിലും ഈ നല്ല ചിന്തകളിലും നമ്മൾ നല്ല ഫംഗ്ഷനിൽ നടക്കുമ്പോൾ ഒക്കെ, മരണങ്ങളിൽ പോലും. ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഏറ്റവും ഒരു വയസ്സായ ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി. അവര് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ രസയില് അവരുടെ എല്ലാ ബർത്ത്ഡേസ് നമ്മുടെ കടയിൽ വെച്ചാണ്, റെസ്റ്റോറൻറ്റിൽ വെച്ചാണ്. അവരുടെ എല്ലാ നല്ല ദിവസങ്ങളും നല്ല കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ അടുത്ത് വെച്ചാണ്. അവർ മരിച്ചപ്പോൾ അവരുടെ ലാസ്റ്റ് വിഷുകളിലൊന്നും എൻ്റെ ഫ്യൂണറലിന് രസമെന്നുള്ള ആഹാരം വേണമെന്ന് അത് നമ്മൾ ചെയ്തു കൊടുത്തു. അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ഫീലിംഗ് അത്രയും ഈ ആത്മബന്ധമായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ മാതിരി അതിശയങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ കണ്ട മിറക്കിൾസ് അതില് ഒരു കാര്യമാണ് ഈ താങ്കളെ സൂചിപ്പിച്ച ആ ഒരു ആത്മബന്ധം. ഓക്കെ. രാഷ്ട്ര നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരുപാട് നേതാക്കന്മാർ, അപ്പൊ ഇവരൊക്കെ ആയിട്ട് ദാസേട്ടന് ബന്ധമുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പം ഉള്ളൊരു സന്തോഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് UK വരികയും അതോടൊപ്പം അവിടുത്തെ ഒരു രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി വരുന്ന മറ്റു പലരും, ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് അവരുമായിട്ടുള്ള ബന്ധമൊക്കെ ഒന്ന് ഓർത്ത് പറയാം. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി വലിപ്പ ചെറുപ്പങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിനർ എന്നുള്ള ആ ഒരു ബന്ധവ്യത്യാസങ്ങൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കാര്യം അത് നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്ന അതിന് കളർ വ്യത്യാസം ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന സ്നേഹം മനസ്സ് നിറഞ്ഞാൽ എപ്പോഴും കൊടുക്കും. നമുക്ക് ആരായിട്ടും അടുക്കാൻ പറ്റും. ആഹാരത്തിലൂടെ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഓരോ കഴിക്കുന്ന ആർക്കായാലും ആ മാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ പ്രാണൻ തരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല.
അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പുഞ്ചിരിയും നമ്മൾ ആ ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ആ ഒരു സ്നേഹം നമ്മൾ എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോ ആഹാരം കഴിക്കാൻ വരുന്നത് ഒരു കാശില്ലാത്തവരായാലും നമ്മൾ അതേ ഇതിലാണ് കാശ് ഒരു പ്രശ്നമല്ലാത്ത ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തെ വിശന്ന് വരുന്നവരെ ഇപ്പൊ ഒരു അമ്മയുടെ സ്വഭാവമായി തന്നെ വിശന്ന ആരെയും വിടാൻ പാടില്ല എന്നുള്ള ഒരു തത്വം നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ ഇപ്പൊ കുട്ടികളായിട്ട് ഒത്തിരി ആൾക്കാർ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഇവിടെ വരികയായിരുന്നു. നമ്മളുടെ റെസ്റ്റോറൻറ്റ് വന്നാൽ ആഹാരം അവർക്ക് ഉറപ്പാക്കി നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്. കാരണം അതിൽ നമുക്ക് യാതൊരു വ്യത്യാസങ്ങളും പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു കൾച്ചറൽ സ്പേസ് കൂടിയാണെന്ന് പറഞ്ഞു. ഇന്ത്യ എങ്ങനെയാണ് ദാസേട്ടൻ ഇംഗ്ലണ്ടിൽ അവതരിപ്പിക്കാറുള്ളത്? ഈ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് രസയിൽ നടക്കാറുള്ളത്? എല്ലാ വർഷവും ഓണം വലിയ പരിപാടികളോടുകൂടി ചെയ്യായിരുന്നു. ഞാൻ ഒത്തിരിയധികം ഇന്ത്യൻ കലകളും ഞങ്ങൾക്കൊരു മ്യൂസിക് അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, രാഗസുധ രസ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങള് എല്ലാ മാസവും ലൈവ് മ്യൂസിക് AP ഉദയഭാനു മുതൽ G വേണുഗോപാൽ, സുജാത, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാര് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഒക്കെ നമ്മളുടെ ആ മ്യൂസിക് പരിപാടിയിൽ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ മ്യൂസിക് പരിപാടിയിലൂടെ മ്യൂസിക് ഇവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. റെഗുലറായിട്ട് 250 ആള് മാസം തോറും വരുന്ന ഒരു മ്യൂസിക് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കേരള ഫെസ്റ്റിവലായിട്ട് നമ്മൾ ഏകദേശം 8-10 വർഷത്തോളം നമ്മൾ ഇവിടെ വലിയ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. 2001 പ്രത്യേകിച്ച് നമ്മൾ ചെയ്തൊരു വലിയ കേരള ഫെസ്റ്റിവൽ കേരള ടൂറിസം വകുപ്പിന്റെ സഹായത്തോടു കൂടി നമ്മളിവിടെ സംഘടിപ്പിച്ച ഒരു കേരളോത്സവം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഏകദേശം 10,000 ആൾക്കാരോളം വലിയൊരു പൊതുവേദിയിൽ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതുപോലെ വർഷങ്ങളായിട്ട് പല രീതിയിൽ എക്സിബിഷൻസും നമ്മളുടെ കലകൾ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. കാരണം ഒന്ന്, കലകൾ നിലനിൽക്കേണ്ടത് ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അപ്പൊ ഇന്ന് ഒത്തിരിയധികം ഭൗതികമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാര് കലകള് അവരെ സ്വാധീനിക്കൽ വളരെ കുറവാണ്. ഈ കലകളുടെ ഒരു മാജിക് എന്ന് പറയുന്നത് ഒരു മാസ്മരികത കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ശക്തി, കണ്ണുകളെ കുളിർമ കൊണ്ടുവരിക, നമ്മളുടെ ജീവിതത്തിൽ അതിശയത്തിന്റെ ഒരു വിത്ത് പാകുന്നതൊക്കെ കലകളാണ്. അതിലെ എക്സ്പ്രഷൻസും കളേഴ്സും അത് കൊണ്ടുവരുന്ന ആ മാറ്റം എന്ന് പറയുന്നത് നമ്മളെ ഒരു വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന, അതായത് നമ്മളിപ്പോ ഒരു റിലാക്സ് ചെയ്തൊരു പുതിയ മനുഷ്യനാക്കി കൊണ്ടുവരാൻ കലകൾക്ക് ഭയങ്കര കഴിവുണ്ട്. ആ രീതിയിൽ കലകളെ തിരിച്ചറിയുന്ന, അതിന്റെ അല്ലെങ്കിൽ പരിശുദ്ധിയോടെ കാണുന്ന ഒരു സമൂഹം വളരെയധികം നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അപ്പൊ ഞാൻ കണ്ടത് ആഹാരത്തിലൂടെ എല്ലാം മനസ്സിലാക്കാൻ മനുഷ്യന് ക്ഷമയുണ്ടായിരുന്നു. അതായത് തേന്മേശയ്ക്ക് ചുറ്റും നമ്മൾ ഇത് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് താല്പര്യം കൂടുതലുണ്ട്. അവർ പെട്ടെന്ന് അത് മനസ്സിലാക്കും. കാര്യം മനസ്സ് സന്തോഷമാണ്. അവരിപ്പോ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പൊ അവർക്ക് ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളൊരു കഥകളി ആയാലും ഭരതനാട്യം ആയാലും നല്ലൊരു ശാസ്ത്രീയ സംഗീതമായാലും ഈവൻ ലൈറ്റ് മ്യൂസിക്, ഇത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അതിന്റെ വാക്കുകളുടെ ശക്തിയും അതിൽ നിന്ന് കിട്ടുന്ന ആ കുളിർമയും ഇത് മനസ്സിലാക്കാൻ അവർക്ക് നല്ലൊരു മൂഡുണ്ടാക്കും. അപ്പൊ ഞാൻ പഠിച്ചൊരു വലിയ കാര്യം അതാ, ആഹാരത്തിന് ചുറ്റുമായിരിക്കണം നമ്മൾ കലകൾ പോലും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് കുട്ടികളെ മുതൽ നമുക്ക് സ്വാധീനിക്കണമെങ്കിൽ ഇത് വളരെയധികം ആവശ്യമാണ്. കേരളത്തിലൊരു ആധികാരിക കേരള ഗ്രാമം സൃഷ്ടിക്കുവാൻ രസ ഗുരുകുൽ എന്ന ഒരു ബ്രാൻഡില് ദാസേട്ടനൊരു ശ്രമം നടത്തി. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ ഒരു ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും? ശരിക്കും ഒരു 20 വർഷം മുമ്പ് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് അതിന്റെ തുടക്കം. ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റില് രസയില് ആയിരക്കണക്കിന് ആൾക്കാര് ആഴ്ചകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. എല്ലാവരെയും എപ്പോഴും തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നു. ജോലിയിൽ സ്ഥലത്ത് നിന്ന് നേരെ തിരിച്ചു വരുന്നത് നമ്മളുടെ രസയിലേക്കും അതിലൂടെ അവന് ഓരോ ദിവസവും ഒരു പുനർചിന്തയും അല്ലെങ്കിൽ ഒരു പുതിയ ജീവൻ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ അതിൽ നിന്ന് വന്ന ഒരു സംഭവമായിരുന്നു. അതായത് എൻ്റെ നിറഞ്ഞ സന്തോഷമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് മറ്റുള്ളവർ വരുമ്പോൾ എൻ്റെ പുഞ്ചിരിയിലൂടെയും ഞാൻ കൊടുക്കുന്ന ആഹാരത്തിലും എൻ്റെ വാക്കുകളിലൊക്കെ. അപ്പൊ ശരിക്ക് ഞാൻ അതിൽ നിന്നൊരു സത്യം മനസ്സിലാക്കിയത്, അതെനിക്ക് കിട്ടിയത്, അതിൻ്റെ ഒരു സമ്പത്ത് എനിക്ക് കിട്ടിയത് നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്ന്. അപ്പൊ ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം ശരിക്ക് മനുഷ്യനെ പുതിയ ലോകത്തേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വലിയൊരു ശക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പൊ ഞാൻ ഒരിക്കൽ ഒരു ദിവസം രാത്രി കണ്ട ഒരു സ്വപ്നമാണ്, കേരളത്തിലെ ഒരു ഗ്രാമത്തില് എനിക്കൊരു ചെറിയ ഒരു കൃഷിത്തോട്ടം ഉണ്ടെന്നും ആ കൃഷിത്തോട്ടത്തിന്റെ നടുക്ക് ഒരു ചെറിയ ഓലക്കുടിലും അതിന്റെ അകത്തിരുന്ന് ഞാനിങ്ങനെ ഒരു ഉരുളി വെച്ച് പാചകം ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പൊ എന്നെ കാണാൻ വേണ്ടി കുറെ ആൾക്കാർ വരികയും നമ്മൾ സംസാരിച്ച് ഒരു സ്വർഗീയ സുഖം അനുഭവിക്കുകയും എല്ലാവരും പ്രശ്നരഹിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ പിറ്റേ ദിവസം കാലത്ത് എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, എനിക്ക് നാട്ടിലൊരു സ്ഥലം മേടിച്ചേ പറ്റൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിനക്ക് സ്ഥലം മേടിക്കണേ നീ വരിക, നിനക്ക് മനസ്സിൽ തോന്നിയതാണ്, അപ്പൊ അതുകൊണ്ട് നീ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ പോയി 2000 ആദ്യത്തെ ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു വർഷത്തോളം എറണാകുളം, തൃശ്ശൂർ ജില്ലകൾ കംപ്ലീറ്റ് കറങ്ങി. എനിക്ക് വേണ്ട 3 കാര്യങ്ങളായിരുന്നു: വായു, വെള്ളം, വെളിച്ചം. ഇത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം തേടി ഞാനിങ്ങനെ നടന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ചാലക്കുടി പുഴയുടെ തീരത്ത് ഞാനിങ്ങനെ പൂലാനി എന്ന് പറഞ്ഞ ഗ്രാമത്തില് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ നിന്നു. കാര്യം എൻ്റെ മനസ്സിന് പെട്ടെന്ന് മൂടിക്കിടന്ന ഒരു ഭൂമിയായിരുന്നു. അതിന്റെ നടുക്കെത്തിയപ്പോൾ സത്യം പറയാൻ നിന്നുപോയി എന്നുള്ളതല്ല, എൻ്റെ മനസ്സ് മുഴുവൻ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലായി. ഞാൻ അന്ന് ആദ്യമായിട്ട് ആ സ്ഥലത്ത് നമ്മളത് മേടിക്കുകയും അതിനുശേഷം ഈ ടൂറിസം വളരെയധികം അറിയാലോ, വളരെയധികം പ്രൊമോട്ടഡ് ആണ് കേരളത്തിൽ. വളരെയധികം നമ്മളുടെ എക്കോണമിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ എന്നാലും ടൂറിസം എന്ന് പറയുന്നത് വെറും ഒരു വാണിജ്യ സംരംഭമായിട്ട് മാത്രം കാണാതെ അതിലൂടെ ഞാൻ ഈ പറഞ്ഞ ഒരു ഗ്രാമത്തിന്റെ ശക്തി പകരാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാമം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട കാളവണ്ടികൾ ഉണ്ടായിരുന്ന ഒരു യുഗത്തിലേക്ക് തിരിച്ച്, ആ കാലഘട്ടത്തിലേക്ക് എനിക്കൊരു കുട്ടിയെ പോലെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാല്യം നമുക്ക് അസാധ്യമല്ലെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞൊരു സമയമാണ്. ഞാൻ അങ്ങനെ ഒരു കാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ആദ്യം ഞാൻ കണ്ടത് ഒരു കൃഷിസ്ഥലം വേണമായിരുന്നു. അതിനുശേഷം ഓരോ ചെറിയ ചെറിയ കുടിലുകള്, പിന്നെ മൃഗങ്ങള്, പക്ഷികള്. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ട, അല്ലെങ്കിൽ ഞാൻ കുട്ടിക്കാലത്ത് കണ്ട എൻ്റെ ഗ്രാമത്തെ ഞാൻ ഒന്ന് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് താങ്കൾ പറഞ്ഞ മാതിരി നന്നായിട്ട് വരാനുള്ള ഭാഗ്യമുണ്ടായി. ഒത്തിരി ആൾക്കാർ അത് ഇഷ്ടപ്പെടാനും ഞാൻ ഉദ്ദേശിച്ച ഒരു പരിവർത്തനം കുറച്ച് ആൾക്കാരിൽ കാണാനും എനിക്ക് പറ്റിയിരുന്നു. ലണ്ടനിൽ വരുന്ന മലയാളികൾ രസയിൽ വന്നാൽ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഏതെങ്കിലും 2 കാര്യങ്ങളെ കുറിച്ച് പറയുമോ? രസയിൽ വന്നാല് ഇപ്പൊ ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞ മാതിരി ഒത്തിരിയധികം കാര്യങ്ങളിൽ നമ്മൾ കേരളത്തിന്റെ വെജിറ്റേറിയൻ ആയാലും സീ ഫുഡ് ആയാലും മീറ്റ് ആയാലും എല്ലാം നമ്മൾ പല പല റെസ്റ്റോറൻറ്റുകളായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം എവിടെ പോയാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളുടെ മോരുകറി തന്നെയാണ്, മോര് കാച്ചിയത് തന്നെയാണ്. അതിലൂടെയാണ്, കാരണം രസയുടെ ആത്മാവ് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് എനിക്ക് ഒത്തിരിയധികം കലാകാരന്മാരൊക്കെ കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ വരുമ്പോൾ അവർക്ക് രസയിലെ മോരുകറി കഴിക്കാതെ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒത്തിരി ആൾക്കാർ എനിക്കറിയാം. അതുപോലെ ക്രിക്കറ്റേഴ്സും. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത്, പണ്ട് കാലത്ത് ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ ഇപ്പോൾ ഇവർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് പപ്പടമാണ്. അപ്പൊ പപ്പടം കഴിക്കുക എന്ന് പറയുന്നത് സായിപ്പിന് വല്ലാത്തൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ ആഹാരത്തിന് മുമ്പ് പപ്പടവും മാംഗോ ചട്നിയും വിളമ്പുക എന്ന് പറയുന്നത് ഇവിടുത്തെ തീന്മേശയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാംഗോ ചട്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാങ്ങ അച്ചാറൊന്നുമല്ല. മാംഗോ ചട്നി എന്ന് പറയുന്നത് ഒത്തിരി അധികം ഷുഗറിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്, ഒരു ജാം മാതിരി. അപ്പൊ അത് ശരിക്കും മധുരമാണ്. പിന്നെ പപ്പടം എന്ന് പറയുന്നത് ആഹാരത്തിന്റെ കൂടെ നമ്മൾ കഴിക്കണമെന്നല്ലാതെ ഒരു ആൾ ആദ്യം വരുമ്പോൾ നമ്മൾ പപ്പടം തീന്മേശയിൽ വയ്ക്കാറില്ല. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഈ സ്നാക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചില്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഏറ്റവും അധികം ലോകത്ത് ആഹാരങ്ങൾ പലതരം ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ പോലും നമുക്ക് നല്ല ഈ വായിൽ ചവച്ചരച്ച് തിന്നാൻ പറ്റുന്ന ഈ മുറുക്കുമാതിരിയൊക്കെ ഉള്ള കാര്യങ്ങള്, സ്നാക്സ് ഐറ്റംസിന് ഏറ്റവും അധികം വെറൈറ്റി ഉള്ള സ്ഥലമാണ്. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ പപ്പടം മാത്രം കൊടുക്കണം? അങ്ങനെ രസയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഒരു സ്നാക്ക് ബാസ്ക്കറ്റ്. അതിനകത്ത് നമ്മൾ പപ്പടവട, പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്, ചായക്കടയിൽ മുറുക്ക്, ഏത്തക്ക ഉപ്പേരി, അച്ചപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്തൊരു ബാസ്ക്കറ്റോട് കൂടിയാണ് നമ്മൾ ആദ്യം കസ്റ്റമർ വരുന്നത്. അത് കാണുമ്പോൾ തന്നെ അവരുടെ കണ്ണ് മഞ്ഞളിച്ച് പോവാന്ന് പറയുന്ന മാതിരി അതിന് ചുറ്റും നമ്മൾ ഈ മാംഗോ ചട്നി കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഉപരോധിച്ചു. എന്നിട്ട് നമ്മൾ അച്ചാറുകളുടെയും ചമ്മന്തികളുടെയും ഒരു ലിസ്റ്റ് തന്നെ അങ്ങോട്ട് ഇറക്കി. അതായത് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് നിറച്ച് പലതരം ചട്നികളും പല കളറിലുള്ള ചട്നികളും, അത് അച്ചാറുകൾ നമ്മളുടേതായിട്ടുള്ള സൃഷ്ടികൾ പോലും. ഇത് നമ്മളുടെ ആഹാര ചരിത്രത്തില് ഏറ്റവും അധികം നമുക്ക് ഇമാജിനേഷൻ ഉള്ള കാര്യമാണ് അച്ചാറുകളും ചട്നിയും. അതെന്തുകൊണ്ട് മനുഷ്യൻ, ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം ഞൊടിയിലയിൽ ചെയ്യാൻ പറ്റുന്നതാണ് അച്ചാറുകളും ചമ്മന്തികളൊക്കെ എന്ന് പറയുന്നത്.
ഇതൊരിക്കലും ആൾക്കാർ എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഈ ചട്നികളും അച്ചാറുകളും. അത് നമ്മൾ ആദ്യമായിട്ട് കൊടുത്തത്. രസയിൽ വന്നാൽ ആദ്യം കഴിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഈ സ്നാക്ക് ബാസ്ക്കറ്റും അച്ചാറിന്റെ ഇതാണ്. പ്രീമിയൽ സ്നാക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രീമിയൽ സ്നാക്സും പിക്കിൾ ചട്നി ട്രേ അത് രസയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻസിൽ ഒന്നാണ്. താങ്ക് യു സോ മച്ച് ദാസ് ശ്രീധരൻ. ദാസേട്ടൻ മലയാളികൾ ഒരുപക്ഷെ നമ്മൾ ലണ്ടനിലുള്ള ആൾക്കാർക്ക് ഈ മലയാളികളുടെ ഭക്ഷണം അല്ലെ ഇന്ത്യയെ കൂടുതൽ അറിയാൻ വേണ്ടി ഇത്രത്തോളം വർഷമായിട്ട് ലണ്ടനിൽ റെസ്റ്റോറൻറ്റ് നടത്തുകയും അതുവഴി ലോകത്തിലുള്ള പല ആളുകളെയും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ആളാണ്. അപ്പൊ നമ്മുടെ UK ലിസണേഴ്സ് നിർബന്ധമായിട്ടും ദാസേട്ടനെ കാണണം, രസയിൽ പോകണം, അവിടുത്തെ ഭക്ഷണ രീതികളെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം. ഒരുപാട് നന്ദി ദാസേട്ടൻ. ദാസേട്ടെ പോലെ തിരക്കുള്ള ഒരാളെ നമുക്ക് അങ്ങനെ കിട്ടുക എന്നുള്ളത്, പ്രത്യേകിച്ച് UK നിന്ന് കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിന് സമ്മതിക്കുകയും ഇത്ര നേരം സംസാരിക്കുകയും ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ലണ്ടൻ നിവാസികളുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രമായ രസ റെസ്റ്റോറൻ്റ് ഉടമ ദാസ് ശ്രീധരനാണ് നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ രുചികളെയും കലകളെയും വിദേശികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹം ലണ്ടനിലെ കേരളത്തിൻ്റെ അനൗദ്യോഗിക അംബാസഡറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുള്ള ആർക്കും നിരാകരിക്കാനാവില്ല. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പോഡ്കാസ്റ്റ് ബൈ അരബിന്ദ് ചന്ദ്രശേഖറിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളിലൂടെ അറിയിക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.